Assalamualaikum, welcome back to my channel. ഹൈനെക്ക് കോളർ കുർത്തിയാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാൻ 2 മീറ്റർ ക്ലോത്താണ് വാങ്ങിയിട്ടുള്ളത്. ഇത് നല്ല വീതിയുള്ള പർദ ക്ലോത്താണ്. അളവെടുത്തു തുടങ്ങാം. നീളത്തിലല്ല വീതിയിലാണ് നമ്മൾ ഈ ക്ലോത്ത് 4 ആയിട്ട് മടക്കിയെടുക്കുന്നത്. ഇതിൻ്റെ സ്ലീവ് നമ്മളതിൻ്റെ തായ് ഭാഗത്ത് നിന്നുമാണ് എടുക്കുക. നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ശേഷം 48 ഇഞ്ച് സീം അലവൻസോട് കൂടിയിട്ടാണ് നമ്മൾ ഇത് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. കോളർ നെക്കായതുകൊണ്ട് ഷോൾഡർ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂട്ടിയിട്ട് വേണം എടുക്കാൻ. നെക്ക് വൈഡ് 2.25, കഴുത്തിൻ്റെ വണ്ണം കുറഞ്ഞവർ 2.5 ഇഞ്ച് എടുത്താൽ മതി. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 2.5 ഇഞ്ച്, ബാക്ക് നെക്ക് 1 ഇഞ്ചുമാണ് വേണ്ടത്. എന്നിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. അധികം റൗണ്ട് ചെയ്യാതെ കുറച്ചൊന്ന് ശരിച്ചൊരു രീതിയിലാണ് വരച്ചെടുക്കേണ്ടത്. ആം ഹോള് 7 ഇഞ്ച്, ചെസ്റ്റ് 10 ഇഞ്ച്, സീം അലവൻസ് 1.5 കൊടുക്കുക. വേസ്റ്റ് ലെങ്ത്തും സീറ്റ് ലെങ്ത്തും മാർക്ക് ചെയ്തെടുക്കുക. വേസ്റ്റ് വിഡ്ത്ത് 8.5 ഇഞ്ച് പ്ലസ് 1.5 സീം അലവൻസ് ആയിട്ട് കൊടുക്കുക. അതുപോലെ സീറ്റ് 11 ഇഞ്ച് പ്ലസ് 1.5 സീം അലവൻസ് കൊടുക്കുക. ഫ്ലെയർ 12 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തിട്ട് കർവ് ചെയ്ത് വരച്ചെടുക്കുക. ഇനി അടയാളപ്പെടുത്തിയതിലൂടെ നമുക്ക് വരച്ച് എടുക്കാം. സ്ലിറ്റിൻ്റെ ഇവിടെ നിന്നും നമ്മുടെ ഫ്ലെയറിൻ്റെ തായ് ഭാഗത്തേക്ക് ടാപ്പ് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് വരച്ചെടുക്കുക. ഇനി കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ലൈനിങ് വെട്ടിയെടുക്കാം. ലൈനിങ്ങിൽ ഈ ടോപ്പ് വെച്ചിട്ട് അതേ അളവിൽ വരച്ചെടുത്തിട്ടാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് വരുന്ന ബാക്കി ക്ലോത്താണ് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യം ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. സീം അലവൻസോട് കൂടിയിട്ട് 17 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. റൗണ്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ടോപ്പിൻ്റെ ആം ഹോളിൻ്റെ ഭാഗം വെച്ചിട്ട് വരച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് വെച്ച് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഇനി കട്ട് ചെയ്തിട്ടെടുക്കാം.
സ്ലീവ് 4 പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് സൈഡ് യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി 2 പീസും ലൈനിങ് വെച്ചിട്ട് ഷോൾഡർ മാത്രം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. നെക്ക് അടിച്ച് മറക്കിയൊന്നും വേണ്ട. ഒരു 4 ഇഞ്ച് നീളത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കണം. അതിന് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അടിച്ചെടുക്കാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് സെൻറ്ററിലൂടെ കട്ട് ചെയ്തെടുത്ത് മറിച്ചെടുക്കണം. ഇത് ഫ്രണ്ട് ഭാഗം ഷോൾഡറിൻ്റെ അവിടെ മാത്രം നമ്മൾ തയ്ച്ചെടുത്തിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ബാക്ക് ഭാഗം ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷോൾഡർ കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഷോൾഡർ കൂട്ടി യോജിപ്പിച്ചെടുത്ത് മറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളറിൻ്റെ അളവെടുക്കാം. ഈ ഓപ്പൺ ഭാഗത്തു നിന്നും സ്റ്റാർട്ട് ചെയ്ത് റൗണ്ട് ചെയ്താണ് അളവെടുക്കേണ്ടത്. 17.5 ഇഞ്ചാണ് കോളർ ലെങ്ത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അത് ഷുഗർ പേപ്പറിൽ മാർക്ക് ചെയ്തെടുക്കണം. ഷുഗർ പേപ്പർ നമ്മൾ 2ആയിട്ട് മടക്കിയിട്ട് ആണ് അടയാളപ്പെടുത്തുന്നത്. 17.5 ഇഞ്ചിൻ്റെ പകുതിയാണ് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യുന്നത്. 8.25 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്തെടുക്കുക. ഇതിൻ്റെ വിഡ്ത്ത് 1 ഇഞ്ചാണ്. ഇങ്ങനെ ടാപ്പ് വെച്ച് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരച്ചെടുക്കുക. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കോർണറിൽ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ വരച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കോളറ്. ഇനി ഈ വരച്ചതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഷുഗർ പേപ്പറിൻ്റെ ഡബിളായിട്ടുള്ളൊരു ക്ലോത്ത് എടുത്ത് മടക്കി അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്തിട്ട് എടുക്കണം. അതിൻ്റെ ഗ്ലൈസിംഗ് ഉള്ള ഭാഗം താഴ്ഭാഗത്തേക്കാക്കി വെച്ചിട്ട് വേണം അയൺ ചെയ്തെടുക്കാൻ. താഴ്ഭാഗത്ത് 1/2 ഇഞ്ച് വേണം. എന്നിട്ട് ഇങ്ങനെ ഷുഗർ പേപ്പറിൻ്റെ കറക്റ്റ് സൈഡിലൂടെ അടിച്ചെടുക്കണം. ഇപ്പോൾ അതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഇഞ്ച് വിട്ട് ക്ലോത്ത് നമുക്ക് വെട്ടി ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ വെട്ടിയെടുത്തത് ഇനി നമുക്കൊന്ന് മറച്ചെടുക്കാം. കോളറ് നമ്മൾ ഇതാ മറിച്ചെടുത്ത് ഒന്നും കൂടി ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനിയൊരു ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് വേണ്ടത്. ഈ ഷുഗർ പേപ്പറിന് കറക്റ്റായിട്ട് വേണം അടിച്ചെടുക്കാൻ. അപ്പോഴാണ് കറക്റ്റ് അളവ് വരിക. എന്നിട്ട് ഈ ഒരു അറ്റം മുതൽ ഒരു കുറച്ചൊന്ന് അവിടെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടിട്ട് അതാ അതിലൂടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മളിത് കോളർ ഒരു വശം അടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം ഉള്ളിലേക്ക് ആക്കിക്കൊടുത്ത് മറ്റേ വശത്തിൻ്റെ അടിഭാഗം മടക്കി തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രണ്ട് ഭാഗം നല്ല നീറ്റായിരിക്കണം. ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ബാക്കിൽ ഓപ്പൺ ആണ്, അപ്പോൾ ഇവിടെ ബട്ടൺ വെച്ച് പിടിപ്പിക്കണം. അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് രണ്ടും വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് വശത്തും സ്ലീവ് വെച്ച് പിടിപ്പിക്കുക. സെൻറ്റർ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും അതുപോലെ അപ്പുറത്തേക്കും 2 അടി ഇതാണ് അടിച്ചെടുക്കേണ്ടത്. സ്ലീവൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗം കൂട്ടിയെടുക്കുകയാണ് വേണ്ടത്. പിന്നീട് സ്ലിറ്റ് അടിക്കണം, തായ് ഭാഗം മടക്കി തയ്ക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ സൈഡിൽ വരച്ചെടുത്തിട്ടുണ്ട്. ചെസ്റ്റിൻ്റെയും വെസ്റ്റിൻ്റെയും ഭാഗത്ത് 1.5 ഇഞ്ച് നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സീറ്റിൻ്റെ ഭാഗത്ത് 1 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. തായ് ഭാഗത്തേക്ക് സ്ലിറ്റ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഈ സീറ്റിൻ്റെ ഭാഗം വരെ അടിച്ചെടുത്തിട്ട് വീണ്ടും തിരിച്ചടിക്കുകയാണ് വേണ്ടത്. ഈ തായ് ഭാഗം സ്ലിറ്റ് അടിച്ചെടുക്കുക. കോളറിന് ബീഡ് പഞ്ചിങ് ചെയ്ത് പിടിപ്പിച്ചതാണ്. ഇനി നമുക്കിതിനൊരു വർക്ക് ചെയ്തെടുക്കണം. കട്ട് ബീഡ് ഉപയോഗിച്ചിട്ട്. പഞ്ചിങ് മെഷീൻ ഇല്ലാത്തവർക്ക് ഈ ബീഡ് തുന്നി പിടിപ്പിക്കുകയും ചെയ്യാം. ഇതിൻ്റെ തായ് ഭാഗത്തുള്ള ചെറിയ പേള് തുന്നി പിടിപ്പിച്ചതാണ്. ഒരു 3 ഇഞ്ച് റൗണ്ടിൽ മാർക്ക് ചെയ്തിട്ടാണ് ഈ പേള് തുന്നി പിടിപ്പിച്ചെടുത്തത്. അത് കോളർ വെക്കുന്നതിന് മുമ്പേ ചെയ്തെടുത്തതാണ്. ഈ സ്ലീവിനെ പോലെ ഇതിന് തിക്കായിട്ട് കട്ട് ബീഡ് കൊണ്ടും ചെറിയ പേള് കൊണ്ടും നമുക്ക് കോളറിൽ വർക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്ക് ഭാഗം കുറച്ച് ഭാഗം ഞാൻ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അവിടെ വർക്ക് ചെയ്തെടുക്കുന്നില്ല. ബാക്കി വശത്ത് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് തിക്കിലിങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൂചി എടുത്തിട്ടുള്ളത് ബീഡ് വർക്കിൻ്റെ സൂചിയാണ്, നൈസായിട്ടുള്ള. പിന്നെ നൂല് സാധാരണ നമ്മൾ സൂചിയിൽ നൂല് കോർക്കും പോലെ 2 അടിയിലാണ് നൂല് കോർത്തെടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കട്ട് ബീഡും ഗോൾഡ് കട്ട് ബീഡുമാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. പിന്നെ ചെറിയ പേളും അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നൂലിൻ്റെ തായ് ഭാഗം കെട്ടിട്ടിട്ട് താഴെ നിന്നും മുകളിലേക്ക് സൂചി കോർത്തെടുക്കുക. എന്നിട്ട് കട്ട് ബീഡ് കോർത്ത് ആ ഒരു ബീഡിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ഗ്യാപ്പിൽ കുത്തി ഇറക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പിട്ട് ഗോൾഡും ബ്ലാക്കും മാറി മാറി ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കൂടുതൽ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കട്ട് ബീഡാണ്. ഇങ്ങനെ ചെയ്തെടുക്കണം. കോളറിലും ചെറിയൊരു ഗ്യാപ്പ് വിട്ട് ഇങ്ങനെ തുന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഇതിൽ കംപ്ലീറ്റും ഇങ്ങനെ ചെയ്ത് തുന്നിയെടുക്കണം. ഒരു 4-5 എണ്ണം തുന്നിക്കഴിഞ്ഞാൽ താഴേക്ക് സൂചി കുത്തി ഇറക്കിയിട്ട് തായ് ഭാഗത്ത് കെട്ടിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ചെറുതായിട്ടൊന്ന് എടുത്തിട്ട്
ഈ ഒരു രീതിയിൽ കെട്ടിട്ട് കൊടുക്കുക. 2-3 കെട്ടിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഈ വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതാണ് ഇത്. ഇതിൻ്റെ സ്ലിറ്റൊക്കെ അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലിറ്റ് അടിക്കുന്ന ഡീറ്റെയിൽ വീഡിയോ ഞാനൊരു കഫ്താൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിലുണ്ട്. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വൈറ്റ് പേളും ചെറിയ പേളും കോർത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വശം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കോളർ വെക്കുന്നതിന് മുമ്പാണ്. കോളറിൻ വെക്കാനുള്ള സീം അലവൻസ് ഒഴിവാക്കി വിട്ടിട്ട് 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് റൗണ്ട് ചെയ്തിട്ടാണ് നമ്മളിത് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് പേൾ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവിനും ഇതുപോലെ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.